ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വയർലെസ് മൈക്കയുടെ അൺബോക്സിങ്ങും അതിൻ്റെ ഒരു റിവ്യൂയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ. ഏതൊരു ക്രിയേറ്റീവ് കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും, അതായത് ബ്ലോഗ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്ത് രീതിയിലും യൂട്യൂബിൽ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ റീൽസ് ചെയ്യുക എന്നുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു മൈക്കാണ്, ഒരു വയർലെസ് മൈക്കും. ഞാനിപ്പോൾ പല രീതിയിലും മൈക്കുകളും വയർലെസ് മൈക്കുകളും ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അതിലിപ്പോൾ ഹോളിലാൻഡ് മറ്റേ ഡി ജെയുടെ മൈക്ക്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡി ജെയുടെ മൈക്കാണ്. ഹോളിലാൻഡ് മൈക്ക് 2 ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, വേറെ ടൈപ്പും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ വാങ്ങിയതിൽ ഏറ്റവും ചെറുത്, എന്നാൽ പ്രൈസ് അധികം കൂടുതലില്ലാതെ നല്ല കമ്പനിയുടെ ഒരു അടിപൊളി മൈക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൈക്ക്. അപ്പോൾ ആ മൈക്കയുടെ ഒരു അൺബോക്സിംഗ് ആണ്. ഇതാണ് മൈക്ക്, ബോയയുടെ കമ്പനി, ബോയ മിനി എന്നാണ് ഈ മൈക്കിൻ്റെ പേര്. ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് എന്നിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ അൺബോക്സ് ചെയ്യണത് തന്നെ. അപ്പോൾ വളരെ ചെറുതാണ് ഈ ബോക്സിൽ. ഇതാണ് സംഭവം, ബോയ കണ്ടാ, ഇത്ര ഉള്ളൂ. അപ്പോൾ ഈ 2 വിരൽ കണ്ടാ, ഒരു വിരലിൻ്റെ പകുതി പോലില്ല. അതായത് നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കും, നമ്മളെ എയർപോർട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മളെ പോക്കറ്റിൽ ഇട്ട് കൊണ്ട് നടക്കാവുന്ന വളരെ സിമ്പിള്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് 2 മൈക്കാണ്, ഒരു റിസീവറാണ്. ഇത് ഒരു ചാർജിങ് കേസും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ ഈ മൈക്ക ഇതിലിട്ട് വെച്ചാൽ, ഇപ്പോൾ ഈ മൈക്കയുടെ വലുപ്പം കണ്ടോ നിങ്ങൾ, ഇത്ര ഉള്ളൂ. 5 ഗ്രാമാണ് ഈ മൈക്കയുടെ വലിപ്പം, ഭാരം എന്ന് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ റിസീവറാണിത്. ഇതിപ്പോൾ ആൻഡ്രോയിഡ്, ഇപ്പോൾ ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് വരുന്ന ഐഫോണുകളിലൊക്കെ ചെയ്യാൻ പറ്റും. ആ സി ടൈപ്പ് ഇതാണ്. അങ്ങനെ 2 മൈക്കുകളാണ്. ഇതിപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് ഇത് കണക്റ്റ് ആവും. ഫസ്റ്റ് ടൈം നമ്മളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ, മൊബൈൽ കണക്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് കണക്റ്റ് ആവും. ഇതിൻ്റെ കൂടെ ഒരു ചാർജർ വരുന്നുണ്ട്, വേറൊന്നുമില്ല, ഇത്രയും സംഭവത്തിലുള്ളൂ. അപ്പോൾ ഈ മൈക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെ ഞാൻ നൂണിന് പർച്ചേസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഈ 2 വർഷത്തെ വാറണ്ടി കൂടി ചേർത്തിട്ട് ആകെ 180 ദിറംസാണ് ഇതിൽ വന്നിട്ടുള്ളൂ. ബോയ നല്ല കമ്പനിയാണ്. ഇവരുടെ നല്ല അടിപൊളി മൈക്കുകൾ, നല്ല വില കൂടിയ മൈക്കുകളുണ്ട്. ഇത് ഏറ്റവും കയ്യിലൊതുങ്ങാവുന്ന, ഏറ്റവും ചെറുതും എന്നാൽ സൗണ്ട് ക്വാളിറ്റി നല്ല അടിപൊളിയും, എന്നാൽ പ്രൈസ് വളരെ കുറവും, എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു മൈക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങാൻ കാരണം. ഓൾറെഡി ഹോളിലാൻഡിൻ്റെ മൈക്കുണ്ട്, ഒരു ബട്ടൺ ടൈപ്പ് ഉണ്ടല്ലോ, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതിന് മൈക്കാണത്. അപ്പോൾ അത് നല്ല മൈക്കാണ്, പക്ഷേ അത് കുറച്ചുകൂടി കേസ് വലുതാണ്. പിന്നെ ഇപ്പോൾ ആൻഡ്രോയിഡും ഐഫോണൊക്കെ മാറി, ഞാനിപ്പോൾ 7ലേക്ക് മാറിയപ്പോൾ അതിൻ്റെ പിന്നൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൊണ്ട് നടക്കാൻ അഫോർഡബിളായിട്ടുള്ള സാധനം, ഒരു നമുക്ക് ഫ്രണ്ട്ലി യൂസ് ചെയ്യാനായിട്ടുള്ള സാധനമാണ് ഈ ബോയയുടെ മൈക്ക. ഇനി ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബോയയുടെ മൈക്ക് എടുത്തു, നമ്മൾ കണക്ട് ചെയ്തു, ഈ മൈക്ക് എടുത്തു. ഇതിപ്പോൾ നമ്മുടെ DJ Osmo Pocket 3ലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ ക്യാമറയിലും ഈ മൈക്ക കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാനത് ഫോണിൽ വെച്ചോ ഉടനെ തന്നെ അത് ഗ്രീൻ ലൈറ്റ് കത്തി. കാരണം ഓൾറെഡി ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചില്ല. ഫസ്റ്റ് നമ്മൾ കുത്തുമ്പോൾ ബ്ലൂ ലൈറ്റ് വരിക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അത് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായി കണക്റ്റ് ആവും. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ കുറേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മൈക്കയുടെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ റീൽസുകൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇട്ടതിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിൽ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. എൻ്റെ മൊബൈലിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ ഇത് നോർമലുണ്ടാ, ഈ നോർമൽ. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തു, മൈക്ക അങ്ങനെ പിടിച്ചിട്ടുണ്ട്. 100 മീറ്റർ വരെ നമുക്ക് ഈ മൈക്ക കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് ഞാൻ അത്ര കാണിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ അറിയാം. 100 മീറ്റർ 100% കിട്ടുന്നതാണ്. നല്ല ക്ലാരിറ്റിയാണ് മൈക്ക്. ഞാൻ അതിവിടെ അങ്ങനെ പിടിച്ചിട്ടുള്ളൂ, നമുക്കിവിടെ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. അത്ര ചെറുതാണ്, നമുക്ക് കണ്ടറിയാം. അപ്പോൾ അത്ര ചെറിയൊരു മൈക്കാണത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, ഇതിൻ്റെ അടിയിൽ ഇതിപ്പോൾ നോയിസ് ക്യാൻസലേഷനാണ് ഓൾറെഡി ഗ്രീനിൽ കിടക്കുന്നത് കേട്ടോ. അത് ഒരു പ്രാവശ്യം കൊണ്ട് അമർത്തുണ്ടെങ്കിൽ ബ്ലിങ്ക് ചെയ്യും, 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഒന്നും കൂടിയായി. പിന്നെ ഒരെണ്ണം
ഒന്നുകൂടെ അപ്പോൾ 2 ബ്ലിങ്ക് ചെയ്തു. അപ്പോൾ നല്ല ക്ലൗഡുള്ള ഏരിയയിൽ, അപ്പോൾ നല്ല വണ്ടികളൊക്കെ പോകുന്ന ഏരിയകളാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം 3 ടൈപ്പാണ് കേട്ടോ, 1, 2, 3. അപ്പോൾ ഈ 3 ടൈപ്പിൽ ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ നല്ല വണ്ടികൾ, ഇപ്പം അപ്പുറത്ത് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ ഇതിനെ ബാധിക്കില്ല. പക്ഷേ നല്ല വണ്ടികളൊക്കെ പോകും, നല്ല ബഹളത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ഇത് ശരിക്കും എഫക്റ്റ് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ വേറെ പ്രത്യേകത, ഇപ്പോൾ ഞാൻ ഈ മൈക്ക് വെച്ചിട്ട് ഇപ്പോൾ പഴയ ഇതിലേക്ക് വന്നു കേട്ടോ. ഇനി ഈ മൈക്ക് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ വേറെ ഇതിലിട്ടിട്ട് കാണിച്ചു തരാം. ഇത് തന്നെ 2 പ്രാവശ്യം അമർത്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് മാറിയിട്ടുണ്ടാവും, ഒരു വലിയ സൗണ്ടായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ സിനിമകളുടെ ലാലിലൊക്കെ സൗണ്ട് ഉണ്ടല്ലോ, ആരോ സൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടാവും. അത് തന്നെ വീണ്ടും 2 പ്രാവശ്യം അമർത്തിയപ്പോൾ സൗണ്ട് മാറി. ഒരു ഫീമെയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ നമുക്കൊരു കോമിക്കോ കളിക്കണം, ഇപ്പൊ നമുക്ക് ഡ്യുവറ്റ് ഒക്കെ ആയിട്ട് കളിക്കൂലേ, 2 പേര് ഒരു ക്യാരക്ടറായിട്ട് മാറി നിന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് 2 വോയിസുകൾ, 3 വോയിസൊക്കെ എടുക്കാം. ഒന്ന് നമ്മുടെ സ്വന്തം വോയിസ്, പിന്നെ മറ്റേ ലാലിൻ്റെ വോയിസ്, പിന്നെ ഫീമെയിലിൻ്റെ വോയിസ്. അപ്പോൾ ഇങ്ങനെ ഇതും ഒരു പ്രത്യേകതയാണ്. ഇതും ഞാനത് മൈക്കയിൽ, ഇങ്ങനത്തെ വയർലെസ് മൈക്കിൽ കാണാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. 100 മീറ്റർ അകലെ നമുക്ക് എന്തായാലും കിട്ടുന്നൊരു സംഭവമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയയും വീഡിയോ എടുക്കുന്ന സിറ്റുവേഷനും ശരിയില്ലാത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ എടുക്കാൻ പറ്റാത്തത്. വേറെ ആളെ സഹായത്തോടല്ല, ഞാൻ തനിച്ചാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തതൊക്കെ ഞാൻ സെപ്പറേറ്റ് എൻ്റെ മൊബൈലിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ സെപ്പറേറ്റ് കാണിച്ചു തരും. കാരണം ഞാൻ പറയുമ്പോൾ ആ സൈഡിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും. അപ്പോൾ ആ വോയിസാണ് അത് വരിക, നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവും. ഡി ജെയുടെ മൈക്കടിയും ആ മൈക്കടിയും. ഈ ഡി ജെയുടെ മൈക്ക് ഈ ഓസ്മോ പോക്കറ്റ് 3യുടെ കൂടെ അതൊരു കോംബോ ആയിട്ട് വന്നൊരു മൈക്കാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും ഡിഫറൻറ്റും സെയിം ക്യാമറയുടെ മൈക്ക് ആയതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര നല്ല സൗണ്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഇവിടെ വെച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് സൗണ്ട്. അപ്പോൾ പതുക്കെ പറഞ്ഞാൽ തന്നെ നല്ല സൗണ്ടില്ല, നമ്മളൊക്കെ ഭയങ്കര ഉറക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കുന്നുണ്ട് അത്. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വളരെ ചെറുതാണ്, കൊണ്ട് നടക്കാൻ എളുപ്പമാണ്, പ്രൈസും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ നൂണിലോ ആമസോണിലോ എവിടെയാണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബോയുടെ അടിപൊളി ഒരു മൈക്ക്, ഈ ഒരു മൈക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.